നമസ്കാരമുണ്ട്. ഇന്ന് നമ്മൾ മൂന്നാർ യാത്രയിലാണ്. അപ്പോൾ ഊന്നുകല്ലാണുള്ളത്. നമ്മളുടെ രതീഷ് ഭായിയുടെ കൂടെയാണ് ഇന്ന് പോണത്. അപ്പോൾ മൂന്നാറിലെ വിശേഷങ്ങൾ, മൂന്നാറിലെ മറയൂരിലേക്ക് വിശേഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് കാണാം. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. നല്ല അടിപൊളി വൈബുകളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി വൈബുകൾ ഇങ്ങനെ കാണാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നല്ല മലകളൊക്കെ ഉണ്ട്. ഇങ്ങനെ കണ്ടിട്ട് നല്ല തണുപ്പൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മൾ നേര്യമംഗലം ടൗണിൽ നിന്നും നേര്യമംഗലം പാലത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. പെരിയാർ നദിക്ക് കുറുകെയുള്ള പാലമാണിത്. ഇത് ഒരു കാടായ പ്രദേശമായിരുന്നു ഇതിൻ്റെ മറുഭാഗത്തുണ്ടായിരുന്നത്. ആ കാടായ പ്രദേശത്തെയും നേര്യമംഗലം ടൗണിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. ഈ കാടായ പ്രദേശത്ത് നമുക്ക് ഒരു സഞ്ചാരയോഗ്യമായ ഒരു പാത ഒരുക്കി തന്നത് തിരുവിതാംകൂർ രാജവംശത്തിലെ സേതുലക്ഷ്മി ബായി ആയിരുന്നു. ആയതുകൊണ്ട് തന്നെ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ മുദ്രയോട് കൂടിയ ഒരു ഫലകം ഈ റോഡിൻ്റെ സൈഡിലായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ മുദ്രയോട് ചേർന്ന ബോർഡാണ് സൈഡിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ചീമ്പാറ വെള്ളച്ചാട്ടം മൂന്നാറിലേക്ക് പോകുന്ന സഞ്ചാരികൾക്ക് ഒരു പ്രത്യേക അനുഭവം നൽകുന്ന, കാഴ്ച വിസ്മയങ്ങൾ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടം തന്നെയാണ് ചീമ്പാറ വെള്ളച്ചാട്ടം. നേര്യമംഗലം ടൗണിനും അടിമാലിക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വെള്ളച്ചാട്ടം വളരെ പ്രസിദ്ധമാണ്. ശരിക്കും മൂന്നാറികൾക്കുള്ള സഞ്ചാരികൾക്ക് ഒരു പ്രത്യേക വൈബ് നൽകുന്ന ഈ വെള്ളച്ചാട്ടം. കാരണം ഇവിടുന്ന് തന്നെ നമുക്ക് തണുപ്പ്, AC ഇട്ട് വരുന്ന കാറുകൾക്കൊന്നും AC അവിടെ ആവശ്യമില്ല. കാരണം വളരെ തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ്. നല്ലൊരു അനുഭവം, നല്ലൊരു വൈബ് നൽകുന്ന ഒരു കാഴ്ചയാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിൻറ്റ്സിലെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിക്കുക. നമ്മളിവിടുന്ന് യാത്ര തിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് അടുത്ത വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഈ റൂട്ടിൽ നമുക്ക് വേറൊരു വെള്ളച്ചാട്ടം കൂടി നമുക്ക് കാണാൻ സാധിക്കും. അതാണ് വെള്ളറ വെള്ളച്ചാട്ടം. വെള്ളറ വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിനോദസഞ്ചാരികളെ മൂന്നാറിലേക്ക് ആകർഷിക്കുന്നതിന് പ്രധാന ഘടകം എന്ന് പറയുന്നത് അവിടുത്തെ മനോഹരമായ വ്യൂ പോയിൻറ്റുകൾ തന്നെയാണ്. അതുപോലെയുള്ള ഒരു മനോഹരമായ വ്യൂ പോയിൻ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
കാണുക, എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക. യാത്രയിൽ വെള്ളച്ചാട്ടങ്ങൾ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നല്ല വൈബുകൾ, നല്ല സീനറികൾ, നല്ല വ്യൂ പോയിൻറ്റ്സുകൾ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സഞ്ചാരികൾ അതേപോലെ തന്നെ ആകർഷിക്കുന്ന വേറൊരു ഘടകമാണ് കോട. ഈ കോട ഇറങ്ങിയ അപ്പോൾ തന്നെ ഈ പറയുമ്പോൾ അല്ലെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. കോട ഇറങ്ങിയിട്ടുള്ള പോകുന്ന വഴിക്ക് കോട ഇറങ്ങിയിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഈ വീഡിയോയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിച്ചു. മറയൂരിലെ കാഴ്ചകൾ അടുത്ത ഭാഗത്തിൽ കാണാം. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ അടുത്ത ഭാഗം തീർച്ചയായിട്ടും കാണുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. വീണ്ടും അടുത്ത ഭാഗം നല്ല കാഴ്ചകളുമായി കാണുന്നവരേക്കും ബൈ.